എല്ലാവരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടറമ്മ. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത്, ഞാൻ യൂഷ്വലി അങ്ങനെ ഉപദേശം എനിക്ക് ഒരുപാട് കേൾക്കാനും ഇഷ്ടമല്ല, കൊടുക്കാനും വലിയ ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ക്ലോസ്ഡ് വൺസോ അല്ലെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കാണുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇടപെടണം എന്ന് തോന്നുന്ന ആൾക്കാർക്കാണ് ഞാൻ കൂടുതൽ ലൈഫിൽ ഉപദേശം കൊടുക്കാറേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിൽ പറയണം പറയണം എന്ന് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് 1% ആൾക്കാർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോൻ്റെ വിജയമായിട്ടായിരിക്കും ഞാൻ കാണുന്നത്. സോ ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്, നമ്മളെ ലൈഫിൽ മറക്കാൻ പാടില്ലാത്ത കുറച്ച് വ്യക്തികളുണ്ട്. അപ്പം ഫസ്റ്റ് വൺ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങാം. പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളെ സഹായിച്ചവർ. നമുക്കൊന്നുമില്ലാത്തപ്പോൾ നമ്മൾക്ക് ഒരു കൈത്താങ്ങായിട്ട് വന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. സെക്കൻഡ്, ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കാൻ വന്നവരോ അല്ലെങ്കിൽ നമുക്ക് പണമായിട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യം അവരറിഞ്ഞ് നമുക്ക് ചെയ്തു തന്നു. അതും അവർ തിരിച്ചതിന് ഒരു കണക്ക് പറയോ അല്ലെങ്കിൽ അവരത് മനസ്സിൽ വെക്കോ, അവരൊട്ടും തന്നെ നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമുക്കൊരു കാര്യം ചെയ്തു തന്നവരെ നമ്മൾ ഒരിക്കലും ലൈഫിൽ മറക്കാൻ പാടില്ല. അതേസമയം നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കൊരു ആപത്ത് ഘട്ടം വന്ന സമയത്ത് നമ്മളെ തള്ളി പറയോ, നമ്മളെ താഴ്ത്തി കെട്ടി പറയോ, അല്ലെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്യോ ഒക്കെ ചെയ്തിട്ടുള്ളവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. സെക്കൻഡ് വൺ, പുറത്ത് നിന്ന് ബാക്ക് സ്റ്റാബ് ചെയ്തവര്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറയില്ലേ, കട്ടപ്പ, ബാഹുബലിയിലെ കട്ടപ്പയെ പോലെ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ വഞ്ചിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. തേർഡ് വൺ ആണ്, മറ്റൊരാൾ പറയുന്ന കുറ്റം കേട്ടിട്ട് നമ്മളുടെ അടുത്ത് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നവർ. നമ്മൾ അവരുടെ അടുത്ത് ഡയറക്റ്റായിട്ട് ഒരു പ്രശ്നത്തിനോ വഴക്കിനോ ഒന്നും പോകാതെ മറ്റൊരാൾ പറയുന്ന ഒരു കാര്യം ഒറ്റൊരു സൈഡിൽ നിന്ന് മാത്രം കേട്ടിട്ട് നമ്മളുടെ അടുത്ത് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നവർ. ഇവരെ പൂർണ്ണമായിട്ടും നമ്മൾ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ അവരെ ആ ബന്ധം ക്ലോസ് ചെയ്യല്ല വേണ്ടത്. അതേസമയം ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടേ. മനസ്സിൽ ഒരിക്കലും മറക്കാതെ ഈ മുഖങ്ങളെ ഓർത്തിരുന്നിട്ട് അവരുമായിട്ട് ഒരു ഹെൽത്തി ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നവരാണ് എപ്പോഴും സ്മാർട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ചില ബന്ധങ്ങളുണ്ട്. നമുക്ക് ചില ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ചില ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവരിങ്ങനാണ് എന്ന് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഒരിക്കലും മറക്കരുത്, കാരണം ഒരു ബാക്ക് സ്റ്റാബ് ചെയ്ത ഒരു വ്യക്തി ഇനിയും ചെയ്യാൻ അവർക്ക് ടെൻഡൻസി കൂടുതലായിരിക്കും. എല്ലാവരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ